I'm Ennemcien. Some questions from communication. The frequencies of two side bands in an AM wave, amplitude modulated wave, are 640 kilohertz and 660 kilohertz. Find the frequencies of the carrier and modulating signal. What is the bandwidth required for the modulation? Bandwidth, side bands എന്ന് പറഞ്ഞാൽ കരിയർ ഫ്രീക്വൻസി എഫ് സിയും മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എഫ് എസും ആണെങ്കിൽ അപ്പർ സൈഡ് ബാൻഡ് ഈസ് എഫ് സി പ്ലസ് എഫ് എസ്, ലോവർ സൈഡ് ബാൻഡ് ഈസ് എഫ് സി മൈനസ് എഫ് എസ്. രണ്ടോ സൈഡ് ബാൻഡ്സ് എഫ് സി പ്ലസ് എഫ് എസ്, അതിൽ കൂടിയ ഫ്രീക്വൻസി എടുക്കണം 660. ലോവർ സൈഡ് ബാൻഡ് ഈസ് എഫ് സി മൈനസ് എഫ് എസ്, അത് ഇതിൽ കുറഞ്ഞെടുക്കുക 640. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. അപ്പോൾ കരിയർ ഫ്രീക്വൻസി കിട്ടും. ആഡ് ചെയ്യുമ്പോൾ 2fc ഈക്വൽസ് 1300. സോ എഫ് സി ഈക്വൽസ് 1300 by 2, 650 kilohertz. That is the frequency of the carrier wave. ഇതിൽ ഈ എഫ് സി എടുത്ത് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് എസ് കിട്ടും. മോഡുലേറ്റിംഗ് സിഗ്നൽ എഫ് എസ് ഈക്വൽസ് ഫസ്റ്റ് ഇക്വേഷനിലാണ് എഫ് എസ് ഈക്വൽസ് 660 മൈനസ് എഫ് സി. ദറ്റ് ഈസ് 660 മൈനസ് 650 ഈക്വൽസ് 10 kilohertz. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2fs ആണ്. ഇതെല്ലാം നേരത്തെ എടുത്തിട്ടുണ്ട്, പ്രോബ്ലമൊക്കെ നേരത്തെ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. 2fs ആണ് സിഗ്നൽ ഫ്രീക്വൻസിയുടെ ഡബിൾ, അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഡബിളാണ് ബാൻഡ് വിഡ്ത്ത്. So bandwidth BW equals 2fs, that is 2 into 10, 20 kilohertz. That is the answer. Another one, it is necessary to use satellites for long distance TV transmission. Why? Television long distance television telecast transmission സാറ്റലൈറ്റ്സ് ആവശ്യമാണ്. എന്താ കാര്യമെന്ന് അങ്ങനെ അയണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ്സ് ആണെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് ആവശ്യമില്ല. അത് ഒരു 40 മെഗാഹെർട്സിൽ കൂടുതലാണ് ഫ്രീക്വൻസി എങ്കിൽ ഇത് അയണോസ്ഫിയറിനെ പെനിട്രേറ്റ് ചെയ്തങ്ങ് പോകും, ഔട്ടർ സ്പേസിലോട്ട് തിരിച്ചു വരില്ല. അപ്പോൾ നമുക്ക് സാറ്റലൈറ്റ് ആവശ്യം. അപ്പോൾ ടി വി സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് at frequencies above 40 megahertz. These high frequency waves penetrate ionospheric layer so that they won't come back after reflection at the ionosphere. For this reason, satellite is essential to retransmit or to reflect back the waves to the ground. Another one. What is frequency modulation? What are the advantages over amplitude modulation? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ സിഗ്നൽ ഫ്രീക്വൻസിക്ക് മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഫ്രീക്വൻസി മോഡുലേഷനിൽ കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ഒരു നിശ്ചിത എണ്ണം കൂട്ടുന്നു കുറയ്ക്കുന്നു. അത് മോഡുലേറ്റ് ചെയ്ത് വിടേണ്ട സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച്. സോ ഫ്രീക്വൻസി മോഡുലേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് frequency of a high frequency wave called carrier wave is changed in accordance with frequency of the low frequency modulating signal, keeping amplitude a constant. അതാണ് ആൻസർ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടോ മാൻമെയ്ഡായിട്ടോ ഉള്ള ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസസ് എല്ലാം തന്നെ ആംപ്ലിറ്റ്യൂഡിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഫ്രീക്വൻസി അഫക്റ്റ് ചെയ്യില്ല. ഇവിടെ ഫ്രീക്വൻസി വേരിയേഷനാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്.
അതിനൊരു കാരണവശാലും ഈ ഇടിമിന്നൽ പോലുള്ള ഡിസ്റ്റർബൻസസ് അഫക്റ്റ് ചെയ്യും. അപ്പം all natural and man-made electrical disturbances change affect only amplitude of the carrier wave and not they won't affect frequency of the carrier wave. So it is more quality is higher quality compared to amplitude modulated signal. Second point is frequency modulation നടത്തുന്നത് VHF റേഞ്ചിലാണ്, വെരി ഹൈ ഫ്രീക്വൻസി റേഞ്ചിലാണ്, ഓഫ് ദി ഓർഡർ ഓഫ് 88 മെഗാഹെർട്സ് ടു 108 മെഗാഹെർട്സ്. അതുകൊണ്ട് കൂടുതൽ സ്റ്റേഷൻസ് അക്കോമഡേറ്റ് ചെയ്യാം. സോ frequency modulation carrier frequencies are in the range 88 megahertz to 108 megahertz, so that more FM stations can be accommodated. These are the two advantages. In television broadcast, video signal amplitude modulated ഓഡിയോ സിഗ്നൽ ഫ്രീക്വൻസി മോഡുലേറ്റഡ്. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ചോദിക്കാം, മറക്കരുത്. വീഡിയോ സിഗ്നൽസ് അതായത് പിക്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആയിട്ടാണ് വിടുന്നത്, ഓഡിയോ ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയിട്ടാണ് വിടുന്നത്. അനദർ വൺ, അസ്യൂം that a radio station is about 200 kilometers away from your location and the station operates at 972 kilohertz. How long does it take for an electromagnetic signal to travel from the station to you, and how many wave crusts does it send out per second? 200 കിലോമീറ്റർ അകലെയാണ്, നമ്മുടെ സ്ഥാനത്ത് നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് ഒരു റേഡിയോ സ്റ്റേഷൻ. 200 കിലോമീറ്റർ അവയാണ് റേഡിയോ സ്റ്റേഷൻ. അവിടെ നിന്ന് 972 കിലോ ഹെർട്സിൽ ആണ് ട്രാൻസ്മിഷൻ നടത്തുന്നത്. എങ്കിലും ഒരു സിഗ്നൽ നിങ്ങളുടെ അടുത്തെത്താൻ എത്ര സമയമെടുക്കും? ഇതാ ചോദിച്ചു. ഈ റേഡിയോ വേവ്സ് എല്ലാം തന്നെ ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് d ഈക്വൽസ് വെലോസിറ്റി ഇൻറ്റു ടൈം. d equals velocity into time. Velocity is c into t. Therefore, t equals distance by c. Distance is 200 kilometer, that is 200 into 1000 meter ആക്കുമ്പോൾ by light in the velocity 3 into 10 raised to 8. Answer is 2 by 3 into 10 raised to minus 3 or 0.66 milliseconds. This is milliseconds. ഇനി ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രസ്റ്റ് അതിലുള്ളത് 972 കിലോ ഹെർട്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ 972 വേവ്സ് വരുന്നുണ്ട്. ഒരു വേവിൽ ഒരു ക്രസ്റ്റേ ഉള്ളൂ. അപ്പോൾ 972 കിലോ ഹെർട്സ് എന്ന് പറയുമ്പോൾ 972 into 1000, അത്രയും വേവ്സ് ഒരു സെക്കൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ക്രസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ക്രസ്റ്റ് പെർ സെക്കൻഡ് ഈസ് 972,000. ദാറ്റ്സ് ദി ആൻസർ. കൂടുതൽ ചോദ്യങ്ങൾ മോഡുലേഷനിലൊക്കെ പ്രോബ്ലമൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.